പിന്നെന്താ സംഭവിച്ച ബ്രോ? പിന്നെ ഞങ്ങൾ രണ്ടുപേരോടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കായിരുന്നു. അവളെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള ചിന്തയിൽ ഞാനും ഹാപ്പി ആയിരുന്നു. ബ്രോ, ഇനി അങ്ങോട്ടേക്കാണ് ട്വിസ്റ്റ്. ട്വിസ്റ്റോ? അതെന്താ ബ്രോ? ബ്രോ, എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലേ? അവൾ എന്റെ ഗേൾ ഫ്രണ്ടേ അല്ലെന്നേ. എന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ? പിന്നെ ആരടാ അവള്? എന്റെ ഗേൾ ഫ്രണ്ടിന്റെ രൂപത്തിൽ വന്ന വേറെ ആരുമാണ് അവള്. അവളുടെ ശരിക്കുള്ള രൂപം പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ഷോക്കായി പോയെന്നേ. പകുതി മനുഷ്യനും പകുതി പാമ്പുമായിരുന്നു ബ്രോ. ഇവനെല്ലാം മനസ്സിലായി. ഞാനാണ് ഇവനെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞു വിട്ടെന്ന് ഇവന് മനസ്സിലായി കാണോ? പിന്നെന്താ സംഭവിച്ച ബ്രോ? ബ്രോ, അവള് ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ കാര്യം എന്താണെന്നറിയോ? എന്തിനാ? എന്നെ എന്റെ ഗേൾ ഫ്രണ്ടിൽ നിന്നും അകറ്റാൻ വേണ്ടി. അല്ല ബ്രോ, എന്നെ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് അകറ്റുന്ന കാര്യം അറിഞ്ഞിട്ട് പിന്നെ ഞാൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഞാൻ എന്റെ പ്രണയം വിട്ടുകൊടുക്കുന്നതാണ്. ബ്രോ, അതൊക്കെ നീ വിട്. അവിടെ എന്താ സംഭവിച്ചെന്ന് പറ. അവൾ നിന്നൊന്നും ചെയ്തില്ലേ? ബ്രോ, അവൾ എന്നെ കൊല്ലാൻ വേണ്ടി വരെ ശ്രമിച്ചെന്നേ. നമ്മളെന്താ വെറുതെ ഇരിക്കോ? അവൾക്ക് ഞാൻ മണക്കാൻ രണ്ടെണ്ണം കൊടുത്തിട്ട് അവിടുന്ന് നേരെ രക്ഷപ്പെട്ടു പോകുന്നതാ. ആദിശേഷ, നീ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നുവല്ലേ? ശിവാനിയുടെ കല്യാണം മുടക്കി അവളെ സ്വന്തമാക്കാനാണ് നിന്റെ പ്രയത്നം. ആ പ്രയത്നങ്ങളെ ഇല്ലാതാക്കി നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകലാണ് എന്റെ പ്രയത്നം. ഈ മായാങ്കിനിയുടെ കണ്ണു വെട്ടിച്ച് ഓടി വന്നിരിക്കുകയാണ് നീ. ഇപ്പോ എന്റെ യഥാർത്ഥ രൂപത്തിൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിരിക്കും. യാതൊരു കാരണവശാലും നീ ശിവാനിയെ കല്യാണം കഴിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്റെ പ്രണയം സഫലമാക്കിയിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകൂ. ബ്രോ, നീ സത്യമാണ് പറയുന്നത്? ആരാത് ബ്രോ? അവൾ എന്തിനാ എങ്ങനെ ചെയ്തേ? അവളുടെ മുഖം ഓർമ്മയുണ്ടോ നിനക്ക്? പറ ബ്രോ, എന്നോട് പറ ബ്രോ. നീ എന്തിനെങ്ങനെ ചിരിക്കുന്നത്? എന്താ ബ്രോ ഇതൊക്കെ? ഞാൻ ഓരോന്ന് തമാശക്ക് പറയും, അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് വെറുതെ എക്സ്പ്രഷൻ ഒന്നും കണ്ടില്ലേ? അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ ചിരിച്ചതാ. അപ്പോ നീ ഇപ്പൊ എന്നോട് ഈ പറഞ്ഞൊക്കെ തമാശയായിരുന്നു? പിന്നല്ലാതെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമാശക്കല്ലാതെ സീരിയസ് ആയിട്ട് ആരെങ്കിലും പറയോ? പകുതി പാമ്പും പിന്നെ പകുതി മനുഷ്യനാണെന്ന്. ബ്രോ, ഇതെന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുന്നത്? ഒന്നുമില്ല ബ്രോ. സത്യമായിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ബ്രോ, ഞാനത് തമാശക്ക് പറഞ്ഞാ നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ വെറുതെ ഒരു കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞല്ലേ. ഇവനൊന്നും വിട്ട് പറയുന്നില്ല. ഇവൻ ചുമ്മാ തമാശയാണല്ലോ പറയുന്നത്. പക്ഷെ പറയുന്നതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. പക്ഷെ എന്താണെന്നൊന്നും പറയുന്നില്ല. ഏതാണ് സത്യം ഏതാണെന്നുണെന്ന് മനസ്സിലാവുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ബ്രോ, എന്താണ് ആലോചിക്കുന്നത്? നിന്നെപ്പറ്റി തന്നെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. നീ വന്നതിൽ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയാം. ഓക്കേ, ശരി ബ്രോ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ. ഏതാണ് ഈ പേടമാൻ? ഇപ്പൊ കണ്ടുപിടിക്കാം. ഓ, മേ ഐ ഹെൽപ് യു? ത്രിവിക്രം എവിടെയുള്ളത്? റൂമിലുണ്ട്. ഇതെന്താ ഇങ്ങനെ? ഞാൻ സംസാരിച്ചു കഴിയുന്നതിന് മുൻപ് അവള് പോയല്ലോ. ഹലോ മാഡം. ഹലോ. എന്താ മാഡം ഇങ്ങനെ? ഞാൻ സംസാരിച്ചു കഴിയുന്നതിന് മുൻപ് മാഡം പോയിക്കളഞ്ഞല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ ആരാ?
അത് ആ നിങ്ങള് ത്രിവിക്രമന്റെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ? ആ അതെ. ആ എന്റെ ഗസിംഗ് തെറ്റിയില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. നിങ്ങളുടെ നടപ്പും ഭാവവും പിന്നെ ഈ സൗന്ദര്യമൊക്കെ കണ്ടപ്പോഴേ എന്റെ മരുമോന്റെ ഫ്രണ്ട് ആയിരിക്കും തന്നെ ഞാൻ ഊഹിച്ചു. ഞാൻ ആരാണെന്ന് വെച്ചാ അത് പിന്നെ ത്രിവിക്രമന്റെ അങ്കിളായിട്ട് വരും. അങ്കിളാണെന്ന് വെച്ച് അധികം പ്രായമൊന്നുമില്ല കേട്ടോ. യുവാവായ അമ്മാവൻ. എന്റെ പേര് ഗോവിന്ദൻ. നിങ്ങളൊരു ഷേക്കാൻഡ് തന്ന സന്തോഷം. ഓ നിങ്ങൾക്ക് ഈ ഷേക്കാൻഡ് കൊടുത്തൊന്നും ശീലമില്ലായിരിക്കും അല്ലേ? ഞാനും അങ്ങനെ ഷേക്കാൻഡ് ഒന്നും കൊടുക്കാറില്ല. പിന്നെ കൈ ഇങ്ങനെ പിടിക്കുന്ന സ്വഭാവം മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ത്രിവിക്രം അവൻ എവിടെയാ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്നേ. തന്നില്ലല്ലോ അവള് കൈ, എന്നാലും ഞാൻ വിട്ടില്ലല്ലോ. തൃശൂൽ വാമേ. എന്താ ഇത്? രണ്ടുപേരും ഫുഡൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ത് പറ്റി? നിങ്ങൾ ഇതുവരെ കഴിച്ചില്ലേ? ഇത് ഞങ്ങൾക്കല്ലടാ, നിനക്കാ. എനിക്കോ? രണ്ടു മാത്രത്തിലോ? വേണ്ടാന്ന് മാത്രം പറയരുത്. നീ ഇവിടെ ചുമ്മാ ഇരുന്നാ മതി, ഞങ്ങൾ വരുത്താന്നോളാം. നിങ്ങൾ എനിക്ക് മാറി തരുമെന്നോ? എന്താടാ ഇങ്ങനെ ചോദിക്കുന്നേ? ഞങ്ങൾ ഇതുവരെ നിനക്ക് വാരി തന്നിട്ടില്ലേ? അല്ല, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് മാറി തന്നിട്ടൊക്കെ ഉണ്ട്. അമ്മയുടെ സ്നേഹത്തിന് കുട്ടിക്കാലം വലിയ കാലം എന്നൊന്നുമില്ല. നീ ഇവിടെ ഇരിക്ക. അമ്മേ, തൃശൂർ, നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചോന്നറിയോ? ഒരു ദിവസം പോലും നേരെ വണ്ണം ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ല. മോനെ, നിനക്ക് ഞങ്ങളെ തീരെ ഓർമ്മ വന്നില്ലേടാ? ഓർമ്മ വന്നോ അമ്മേ? എന്നിട്ടും നിനക്ക് ഞങ്ങളെ ഒന്ന് ഫോൺ വിളിക്കാനെങ്കിലും പറ്റില്ലായിരുന്നോ? അമ്മേ, അത് സോറി അമ്മേ. ഇത് മാത്രം നിനക്ക് നന്നായിട്ട് അറിയാം. സോറിയാണ് പോലും സോറി. മക്കളെ കൺമുന്നിൽ കാണാണ്ടാവുമ്പോ അമ്മമാർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുന്ന അറിയോ നിനക്ക്? വീണ്ടും വീണ്ടും എന്തിനാടാ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഓരോ ദിവസവും വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോ നീ ആയിരിക്കും എന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ പോയി നോക്കുമ്പോ അത് വേറെ ആരെങ്കിലും ആയിരിക്കും. എനിക്ക് സങ്കടം വരുമ്പോ കൊച്ചമ്മ വന്ന് സമാധാനിപ്പിക്കും. കൊച്ചമ്മയ്ക്ക് സങ്കടം വരുമ്പോ ഞാനും ചെന്ന് സമാധാനിപ്പിക്കുമായിരുന്നു. നീ ഇല്ലാത്ത ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടിന്ന് ദൈവത്തിനെ അറിയൂ. അമ്മേ, ഞാൻ തന്നെ തിരിച്ചു വന്നില്ലേ? ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകുന്നില്ല. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആയിക്കോട്ടെ, നീ ഇത് കഴിക്ക. അയ്യോ, ഇനി വേണ്ട അമ്മേ. അമ്മമാര് രണ്ടും കൂടി കുറച്ചുകൂടെ കഴിക്കുന്നു പറഞ്ഞ് തിന്ന് നിന്ന് എന്റെ വയറ് ബ്ലാസ്റ്റ് ആവും. ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ ഞാൻ അധികം വൈകാതെ പൊണ്ണത്തടിയനാവും. എന്നാലും കുഴപ്പമില്ല, നീ ഇത് കഴിക്ക. അയ്യോ പൊന്നമ്മമാരെ, എനിക്ക് മതിയായി, വയറിറഞ്ഞു. ഇനിയും കുറച്ചുകൂടെ കഴിച്ചാലേ എഴുന്നേക്കാൻ പറ്റാതെ ഇവിടെ തന്നെ കിടന്നു ഉറങ്ങും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. താഴെ ത്രിവിക്രമന്റെ ഹൽദി ചടങ്ങുകളൊക്കെ നടക്കാൻ പോവാ. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നീ പെട്ടെന്ന് തന്നെ വാ കേട്ടോ. ശരി അമ്മേ. വേഗം വാ മോനെ. നീ ഇവിടെ? ഞാൻ തന്നെ, മായാങ്കിനി. നീ എന്തിനാ ഇവിടേക്ക് വന്നേ? നിന്നോടാരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഓ, നീ തൃശ്ശൂരിന്റെ കൂടെ വന്നാണോ? നീയല്ലേ അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? എന്തിനാ ഇങ്ങനെ ചെയ്തേ? കല്യാണം കഴിയുന്നവരെ നീ അവനെ ദൂരേക്ക് മാറ്റി നിർത്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കല്യാണത്തിന് തന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. വേറെ എന്തൊക്കെ നീ പറഞ്ഞ എന്നോട്? മായാങ്കിനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്, ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാതെ പോവില്ല എന്നത്. ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. വാക്ക് പാലിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എനിക്ക് വാക്ക് തന്നത്? ഇല്ലാത്തത് പറയണ്ട. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പറയുന്നവരെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവന്റെ വാക്കും കേട്ട് നീ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല? അതോ എന്നോട് വാക്ക് പറഞ്ഞ പോലെ നീ അവനോട് വാക്ക് പറഞ്ഞു? അല്ല, അവൻ പറഞ്ഞ പോലെ ചെയ്തു കൊടുത്ത എന്ത് തരുന്ന അവൻ പറഞ്ഞേ?
ഒരു കാര്യത്തെപ്പറ്റി അറിവില്ലാതെ ഇങ്ങനെ നാക്കിട്ടടിക്കണ്ട. എന്ത് കാര്യം? അത് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ? എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി നീയോ എന്റെ കൂടെ ചേരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മുത്തച്ഛയുടെ വാക്ക് കേട്ട് നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. തെറ്റ് എന്റെ മാത്രമാ. വിശ്വസിച്ചവരുടെ കൈ ഞാൻ ഒരിക്കലും വിട്ടുകളയാറില്ല. ഞാനിപ്പൊ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്തറിയാനാ? മര്യാദക്ക് ഇറങ്ങിപ്പോയിടുന്നു. ത്രിവിക്രം, വാക്കുകൾ അതിരുകടക്കുന്നു. നീ ഇവിടുന്ന് പോവാൻ നോക്ക്. എന്റെ ദേഷ്യം. ത്രിവിക്രം, നീ എന്നെ പേടിപ്പിക്കാണല്ലേ? എന്നെ നീ കൊല്ലുന്നല്ലേ പറയുന്നത്? ശിവാനി എന്നിൽ നിന്ന് അകന്നു പോകുന്ന എനിക്ക് ഉറപ്പാ. ഇഞ്ചിൻ ഞാൻ മരിക്കുന്നേക്കാൾ നല്ലത് നിന്റെ കൈകൊണ്ട് തന്നെ മരിക്കുന്നത്. ത്രിവിക്രം, വെറുതെ ഓരോന്ന് പറഞ്ഞെന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കുന്ന രോഷം കാരണം എന്റെ രക്തം തിളയ്ക്കുകയാ. കോപത്തിന്റെ കയ്യിൽ ബുദ്ധിയെ കൊടുക്കുന്നത് പോലെ ആവരുത്. ആർക്ക് ദേഷ്യം? എന്തിനു ദേഷ്യം? രക്തം തിളയ്ക്കുന്ന എന്റെയാ. തൃശ്ശൂരിലെ നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടില്ല. പിന്നെ അവൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നല്ലേ? ത്രിവിക്രം, എന്നെ നീ വിശ്വസിക്കും. തൃശ്ശൂൽ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാ. നന്നായിട്ടുണ്ട്. നിന്റെ ഈ കള്ളക്കഥയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എന്റെ വാക്കുകളെ നീ വിശ്വസിക്കുന്നില്ലേ? എന്നെ പോലും എനിക്ക് വിശ്വാസമില്ല, പിന്നെയല്ലേ നിന്നെ. നീ ഈ പറയുന്ന കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാ ഞാൻ മാത്രമല്ല, നിന്നെ അറിയുന്നവര് പോലും നിന്നെ വിശ്വസിക്കാൻ ഒരു ചാൻസും ഇല്ല. തൃശ്ശൂരിൽ രക്ഷപ്പെട്ടു വന്നല്ലേ? നീ അന്ന് മറ്റെന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ. നിന്റെ സ്ഥലത്ത് നിന്ന് നിന്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. പിന്നെ തൃശ്ശൂർ എങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്നത്? എങ്ങനെയോ വന്നു. ഓ, അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോ നീ വെറുതെ നോക്കിക്കൊണ്ടു വന്നു? അതോ നീ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണോ? അവനെ തടയാൻ ഞാൻ എല്ലാ രീതിയിലും നോക്കിയതാ. പക്ഷെ അപ്പോ എന്റെ ശക്തികളൊന്നും പ്രവർത്തിച്ചില്ല. ആ സമയത്ത് അവൻ എന്നോട് തല്ലുണ്ടാക്കി രക്ഷപ്പെട്ട് ഓടി വന്നതാ. എന്ത്? നിന്നോട് തല്ലുണ്ടാക്കി ഓടി വന്നാ? അപ്പൊ എന്നെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തോ നീ? നീ അവനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം ഞാനൊന്നും പറഞ്ഞു കൊടുത്തോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് കാരണം നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്ന സ്ഥിതിക്ക് എന്റെ കല്യാണം മുടക്കാൻ അവൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്യും. ത്രിവിക്രം, നിന്റെ കല്യാണം എന്തായാലും നടക്കും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നുവെച്ചാ? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന തൃശൂലിനെ തിരിച്ചു കൊണ്ടുപോകലാണ് എന്റെ ലക്ഷ്യം. അതിനാണോ നീ ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും നിന്നെ കണ്ട എന്താ സംഭവിക്കാന്ന് അറിയോ നിനക്ക്? ഒന്നും സംഭവിക്കില്ല. ഇപ്പൊ തന്നെ എതിരെ വന്ന രണ്ടാൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ത്? എന്റെ വീട്ടുകാരൻ നിന്നെ കണ്ടുവന്നോ? ആ തൃശ്ശൂരിൽ നിന്നെ കണ്ടോ? അവൻ എന്നെ ഇതുവരെ കണ്ടില്ല. എന്നാ അവൻ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകാൻ നോക്ക. അവൻ നിന്നെ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നീയാണ് അവനെ തട്ടിക്കൊണ്ടുപോയെന്ന് അവൻ എല്ലാവരും പറയും. നീ തന്നെ എവിടെ പെടാൻ പോകുന്നേ? അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ആര് പറഞ്ഞു പ്രശ്നം ഉണ്ടാവില്ലെന്ന്? അവൻ നിന്റെ യഥാർത്ഥ രൂപം കണ്ടില്ലേ? നീയാണ് അവനെ കൂട്ടിക്കൊണ്ടുപോയെന്ന് അവൻ എല്ലാവരും പറയില്ലേ? അവൻ എന്റെ യഥാർത്ഥ രൂപം ഇതുവരെ കണ്ടിട്ടില്ല. എന്ത്? നിന്റെ യഥാർത്ഥ രൂപം അവൻ കണ്ടിട്ടില്ലേ? ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല. നിങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കിയിട്ട് വന്നെങ്കിൽ നിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി കാണില്ലേ? ഇല്ല, കണ്ടിട്ടില്ല. അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന അത്രയും ദിവസവും ഞാൻ നിന്റെ പ്രണയിനിയുടെ രൂപത്തിലായിരുന്നു. അവനും അതുതന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. അവസാനം ഒന്നുമില്ല, വിട്ടേക്ക്. ആദ്യം ഞാൻ വന്ന കാര്യം നടത്തട്ടെ. എന്നെ അവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. ഇല്ല, അത് മാത്രം നടക്കില്ല. അവൻ നിന്നെ കണ്ടില്ല എന്നുള്ള ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ത്രിവിക്രം, പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ ഒന്ന് മനസ്സിലാക്ക്.
മരുമോനെ അത് താനിവിടെ അങ്ങളെ ഇവള് എനിക്ക് മനസ്സിലായി മരുമോനെ. നീ എവിടെയാണെന്നുള്ള കാര്യം ഈ കുട്ടി ആദ്യം ചോദിച്ചത് എന്നോട് തന്നെയാ. ഞാൻ അതിന് ഈ കുട്ടിയോട് മറുപടി പറഞ്ഞതിന് മുൻപ് ഇവിടെ കുറെ ഉണ്ടല്ലോ നമ്മുടെ ദുഷ്ടശക്തികൾ, അതെല്ലാം കൂടി വന്ന് എന്റെ ജാതകത്തിന്റെ ദിശയെ മാറ്റിക്കളഞ്ഞു. അവരെല്ലാം അടിച്ചോടിക്കാൻ വേണ്ടി ഒരു വലിയ ഹോമം ചെയ്യാൻ ഇത്രയും സമയം വേണ്ടി വന്നു. അതിരിക്കട്ടെ, ഇയാളുടെ പേരെന്താന്ന് പറഞ്ഞില്ല. മായ. ആ, മായെന്നോ? വെരി നൈസ് നെയിം. നാടെവിടെയാ? അങ്ങളെ അതൊക്കെ എന്തിനാ അങ്കിൾ അറിയുന്നേ? ഇനി അഡ്രസ്സും പാൻ കാർഡൊക്കെ അങ്കിളിനെ കാണിച്ചു തരണോ? അങ്ങനൊന്നുമില്ല. എന്റെ മരുമോനെ ഭയങ്കര തമാശക്കാരനാ. അല്ലടാ മരുമോനെ. ശരി ശരി. പിന്നെ ഹൽദി ചടങ്ങുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നീ ഒന്ന് വേഗം വാ. അങ്കിളെ അങ്കിൾ ചെല്ല്, ഞാൻ വന്നോളാം. എടാ, വിളിച്ചാൽ ഉടനെ വരണോടാ. അല്ലാതെ ഇതുപോലത്തെ തട്ടുമുട്ട റീസൺ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വാ, വേഗം പോവാം. അങ്കിളെ അങ്കിൾ ചെല്ല്. അല്ല മരുമോനെ, നീ ഇല്ലാതെ എങ്ങനെയാ? അങ്കിളെ അങ്ങനെ ആവട്ടെ, ഞാനവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് വന്നാ മതി. പേരെന്തെന്ന് പറഞ്ഞു? മായ. ആ, മായ. മിസ് മായ, വരൂ, നമുക്ക് ഒന്നിച്ചു പോവാം. അങ്കിളെ അതൊക്കെ ഞാൻ വിളിച്ചോണ്ട് വന്നോളാം. അങ്കിൾ പോ. എന്തോ ഇവിടുന്ന് അവിടം വരെ എത്താനേ കുറച്ചധികം ദൂരം ഉള്ളതുപോലെ തോന്നുന്നു. ഈ കുട്ടി കൂടെ വരികയാണെങ്കിൽ ദൂരം കുറച്ചങ്ങോട്ട് കുറയുമെന്ന് വിചാരിച്ചിട്ടാ വിളിച്ചത്. അത്രേ ഉള്ളൂ. വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അതെ, എനിക്കിപ്പോ അങ്ങോട്ട് പോയേ പറ്റൂ. നീ ആരുടെയും കണ്ണിൽ പോയി പെടാൻ പാടില്ല. സൂക്ഷിച്ചോളാം. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പൊയ്ക്കോ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലുണ്ടാവണം. ആരെങ്കിലും നിന്നെ കണ്ടാ എല്ലാം എന്റെ തലയിലാവും. പോകാനാ പറഞ്ഞേ. മുത്തശ്ശി ദേ വരുന്നു. ചോദിക്കാനുള്ളത് നേരിട്ട് ചോദിച്ചോ. എന്താടാ ഇത്ര ലേറ്റ് ആയത്? അല്ലടാ മോനെ, നിന്റെ തലേ മഞ്ഞവെള്ളം വീണാ മാത്രമേ നീ കല്യാണ ചെറുക്കനാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂ. ശരി, നടക്കുമോനെ, എല്ലാവരോടും കാത്തിരിക്കാം. നടക്ക. ത്രിവിക്രം ബ്രോ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഓ, ഹൽദി ചടങ്ങിന് ഇവിടെ ഞാനിരിക്കുന്നത് കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നത്. ആ, എനിക്കും അതന്നെ ഫീലിംഗ്. ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയും മുത്തശ്ശനെ വിടണ്ടേ? അമ്മേ, ഇവനെന്തിനാ അവിടെ പോയിരിക്കുന്നത്? അത് ഒരാചാരോ മോനെ. ഹൽദി ചടങ്ങിന് കല്യാണ ചെക്കനിൽ അവിടെ പോയിരിക്കേണ്ടത്. ബ്രോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് എന്റെ കല്യാണമാണോ? തൃശൂൽ അമ്മേ, ഇതെന്താചാര? ദമയന്തി, ഞാൻ പറഞ്ഞു കൊടുക്കാം. അല്ലട മോനെ, ഇന്ന് നിന്റെ കല്യാണം അങ്ങ് നടക്കും. പിന്നെ വീട്ടില് നല്ല കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? തൃശ്ശൂലിന്റെ കല്യാണം നടക്കണമല്ലോ. അല്ലേ മുത്തശ്ശി, അവന്റെ കല്യാണത്തിന് ചടങ്ങ് എന്തിനാ ഇന്ന് നടത്തുന്നത്? അങ്ങനെ അല്ലട മോനെ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ കൂടെ കല്യാണം കഴിക്കാത്ത ചെക്കനെ ഇരുത്തിയാൽ അവന്റെ കല്യാണവും പെട്ടെന്ന് അങ്ങ് നടക്കും. കല്യാണ സമയം അടുത്തു വരുമെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ അവനെ ഇരുത്തിയത്. അപ്പോ തൃശൂൽ ബ്രോയ്ക്കും പെട്ടെന്ന് കല്യാണം നടക്കുമെന്നർത്ഥം. നിങ്ങൾ ഇപ്പൊ ചടങ്ങുകൾ തുടങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. ഇനി സംസാരമൊക്കെ പിന്നീടാവാം. ആയിക്കോട്ടെ മോനെ, നമുക്കിപ്പൊ തന്നെ തുടങ്ങാം. നടക്ക് നടക്ക്. ആ, നിങ്ങൾ എല്ലാവരും അവിടെയൊക്കെ ഇരിക്കുക. പോയിരിക്കുക. ആദ്യം നിങ്ങളെല്ലാം മഞ്ഞൾ തേച്ചു കൊടുക്കും.
ഇവന് കുറച്ച് കൂടുതൽ തേച്ചു കൊടുക്ക. ആ അതെ അതെ, എങ്ങനെ തേച്ചു കൊടുക്കണോന്ന് വെച്ചാ നല്ല ബന്ധങ്ങൾ ഇങ്ങോട്ട് തേടി വന്ന കല്യാണം നടക്കണം, അതുപോലെ തേച്ചു കൊടുക്കണം.